നെയ്യാറ്റിൻകരയിലെ ഗോവൻ മേസ്തിരി അല്ല ഗോവൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് ഞാൻ കുറെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്തു. ഈ സമാധിക്ക് ഒരുപാട് ലോക റെക്കോർഡുകളുണ്ട്. ആന്തരിക അവയവങ്ങളൊന്നും ഇല്ലാതെ സമാധി അടഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ് ലോകത്തിലെ. അതായത് മൊത്തം ഡോക്ടർമാർ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തവര്. ആദ്യത്തെ ഡബിൾ സമാധി, അതായത് ഒരാഴ്ച മുമ്പ് ഒന്ന് സമാധി അടഞ്ഞു, പിന്നെ എഴുന്നേറ്റ് വന്നു, വെറുതെ എഴുന്നേറ്റ്, അത് കഴിഞ്ഞിട്ടേ ഇന്ന് വീണ്ടും സമാധിയായി. 15-ലധികം ചാനലുകൾ ലൈവ് ടെലികാസ്റ്റ് നടത്തിയ സമാധി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആദ്യത്തെ സമാധി. ഏതെങ്കിലും ഡോക്ടർമാര് ഏതെങ്കിലും ഹോസ്പിറ്റലുകാർ ഈ സമാധിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത ചരിത്രമുണ്ടോ? രഹസ്യമായിട്ട് ആദ്യത്തെ സമാധി, പിന്നെ പരസ്യമായിട്ട് ആദ്യത്തെ സമാധി, ലൈവ് ടെലികാസ്റ്റോട് കൂടി. അതിനും വേൾഡ് റെക്കോർഡാണ്. പോലീസ് അകമ്പടിയോട് കൂടിയുള്ള ആദ്യത്തെ സമാധി. ഏറ്റവും വലിയ പോലീസ് ഓഫീസർമാരും പിന്നെ കളക്ടർ വരെ ആ സമാധി സ്ഥലം സന്ദർശിച്ചു. ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അങ്ങനെ നടത്തുകയാണെങ്കിൽ ഇത് പിന്നീട് ഈ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതിന് കുടുംബം കൂടി സമ്മതിക്കണം. അപ്പോൾ പോലീസ് വലിയ താമസമില്ലാതെ സമാധിയാകാൻ പോകുന്ന സ്വാമിമാരുണ്ടല്ലോ, അവര് വന്ന് അറ്റൻഡ് ചെയ്ത സമാധിയാണിത്. വണ്ടിയിൽ തലകുനിച്ചേർന്ന് യാത്ര ചെയ്ത സമാധി ആണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആർക്കും ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചത്തിട്ടോ ചാകാതെയോ കുഴിച്ചിടാം, എന്നിട്ട് സമാധിയാണെന്ന് പറയാം. അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് ചാൻസ് കൊടുത്ത, സാധ്യത കൊടുത്ത ഒരു സമാധിയാണിത്.